എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. നമ്മൾ രാജ്യത്തോടുള്ള ആദരസൂചകമായിട്ട് പറയാറുണ്ട്, ഇവിടുത്തെ അതായത് ഇന്ത്യൻ നിയമവ്യവസ്ഥ എന്നുള്ളത് അടിപൊളിയാണ്, ഏറ്റവും മികച്ചൊരു നിയമ സംവിധാനമാണ് നമുക്കുള്ളതെന്ന്. ശരിക്കും അങ്ങനെയാണോ? ഒരിക്കലുമല്ല. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ദുരന്തങ്ങളൊന്നും സംഭവിക്കില്ലായിരുന്നു. ഈ ദുരന്തം മാത്രമല്ല, കുറച്ച് നാൾക്ക് മുമ്പ് വളരെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള എലന്തൂർ നരബലി കേസില്ലായിരുന്നോ, അന്ന് നമ്മൾ ആ വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞതാണ്, ആ ഒരു എലന്തൂർ നരബലിയുടെ മുഖ്യ ആസൂത്രകനായിട്ടുള്ള മുഹമ്മദ് ഷാഫി അതിനു മുമ്പ് ഒരു വയോധിക, അതായത് 70 വയസ്സ് എന്ന ഒരു സ്ത്രീയെ ക്രൂരമായിട്ട് റേപ്പ് ചെയ്ത് ആ സ്ത്രീയുടെ സ്വകാര്യ ഭാഗങ്ങളടക്കം ബ്ലേഡ് കൊണ്ട് കീറി നാട്ടുകാർ കയ്യോടെ പിടികൂടി കെട്ടിക്കൊണ്ടുപോകുന്ന കാഴ്ചകൾ ആ ഒരു വീഡിയോ വരെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലേ. അതേ ക്രിമിനൽ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടാണ് ഈ ഒരു രണ്ടുപേരെ നരബലി കൊടുക്കാനുള്ള പദ്ധതി ആസൂത്രണം ചെയ്യുന്നത്. ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഒരു സാധാരണപ്പെട്ട കുടുംബത്തിലെ വീട്ടമ്മയെ 5.5 വർഷം മുമ്പ് ഒരു ക്രിമിനൽ വളരെ ദാരുണമായിട്ട് കഴുത്തിന് വാളുകൊണ്ട് വെട്ടി കഴുത്തറുത്ത് കൊല്ലുകയാണ്. 5.5 വർഷങ്ങൾക്കിപ്പുറം ഇന്ന് അതേ ക്രിമിനൽ തന്നെ അതേ വീടിന്റെ കോമ്പൗണ്ടിൽ കിടന്ന് ആ വ്യക്തിയുടെ ഭാര്യയെയും ആ വ്യക്തിയുടെ അമ്മയും കൊല്ലുകയാണ്. ഒരു കുടുംബത്തിലെ 3 പേരെ ഒരേ ക്രിമിനൽ തന്നെ കൊന്നിരിക്കുന്നു. ആ ഒരു ക്രിമിനൽ ജയിലിൽ പോയി വീണ്ടും ജാമ്യത്തിൽ ഇറങ്ങിയിട്ടാണ് ഈ ഒരു കൊലപാതകം നടത്തിയിട്ടുള്ളത്. ഇവിടുത്തെ നിയമവ്യവസ്ഥയെ ചോദ്യം ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാനും പറയാറുണ്ട്, ഇവിടുത്തെ നിയമവ്യവസ്ഥ അടിപൊളിയാണ്, നല്ലൊരു നിയമ സംവിധാനമാണ് നമുക്കുള്ളത്. എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നതെന്ന് അറിയാവോ? എൻ്റെ രാജ്യം എന്നുള്ളൊരു പ്രയോറിറ്റി എനിക്കുള്ളതുകൊണ്ടാണ്. എൻ്റെ രാജ്യത്ത് ഒന്നിനും എനിക്ക് മോശമായിട്ട് പറയാൻ താല്പര്യമില്ല, അതുകൊണ്ട് മാത്രമാണ് പലപ്പോഴും അങ്ങനെ പറയുന്നത്. പക്ഷേ വാസ്തവത്തിൽ എന്താണ് സംഭവിക്കുന്നത്? പല കൊടും ക്രിമിനലുകളെയും കൊടും കുറ്റവാളികളെയും, അതായത് കഴുത്തറുത്ത് കൊന്നിട്ടുള്ള ഒരു ക്രിമിനലിനെ വീണ്ടും പുറത്തോട്ടിറക്കി വിടുകയാണ്. അതേ ക്രിമിനൽ അതേ കുടുംബത്തിലുള്ള മറ്റ് 2 പേരെ കൂടെ വളരെ ദാരുണമായിട്ട് സമാനമായിട്ടുള്ള രീതിയിൽ കൊലപ്പെടുത്തുകയാണ്. എന്താണ് പാലക്കാട്ടെ നെന്മാറയിലുള്ള പോത്തുണ്ടി ബോയൻ കോളനിയിലെ ആ ഒരു കുടുംബത്തിന് സംഭവിച്ച ആ ഒരു ദുരന്തം? അതുപോലെ ആരാണ് ഈ കൊലയാളിയായിട്ടുള്ള ചെന്താമര? അയാൾക്ക് കൃത്യമായിട്ടുള്ള ഒരു മോട്ടീവ് ഉണ്ടാകുമല്ലോ. അതായത് 3 പേരെ വെറുതെ ഒരാളും കൊല്ലേണ്ട കാര്യമില്ല, അതിന്റെ പിന്നെ ശക്തമായിട്ടുള്ള ഒരു കാരണം അയാൾക്ക് പറയാൻ കാണുമല്ലോ അല്ലേ? ആ കാരണം എന്താണ്? അതിലേക്ക് നയിച്ച സംഭവ വികാസങ്ങൾ എന്താണ്? എങ്ങനെയാണ് ഇയാൾ ഈ 3 കൊലപാതകങ്ങൾ നടത്തിയത്? എങ്ങനെയാണ് ഇയാളെ പോലീസ് പിടികൂടുന്നത്? അതുപോലെ ഇതിൽ ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരു സംഭവമാണ്, ഇയാൾക്ക് ജാമ്യം കിട്ടുകയാണ്, ഇയാളുടെ ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് കൊടുക്കുകയാണ്. ഇയാൾ നിലവിലുള്ള ജാമ്യ വ്യവസ്ഥകൾ പോലും ലംഘിച്ച് അതേ സ്ഥലത്ത് താമസിക്കുകയും അത് പോലീസിനെ അറിയിക്കുകയും എന്നിട്ട് പോലീസ് ഒരു നടപടി എടുക്കാതിരിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ നിയമവ്യവസ്ഥയുടെ ഭാഗത്തു നിന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും ഒക്കെ ഒരുപാട് അനാസ്ഥകൾ വന്നിട്ടുണ്ട്. ആ അനാസ്ഥ എന്താണ്? അതിന്റെ അന്തിമ ഫലം എന്തായി? ആ ഒരു അനാസ്ഥയ്ക്ക് കൊടുക്കേണ്ടി വന്ന വില എന്താണ്? ആ കുട്ടികൾക്ക് നേരത്തെ അമ്മയെ നഷ്ടപ്പെട്ടു, ഇപ്പോൾ അച്ഛനെയും മുത്തശ്ശിയെയും കൂടെ നഷ്ടപ്പെടുകയാണ് ഒരു അനാസ്ഥ കൊണ്ട് മാത്രം. ആ ഒരു പോലീസുകാർ ശക്തമായിട്ട് ഇടപെട്ടിരുന്നെങ്കിൽ ഇതൊക്കെ കൃത്യമായിട്ട് തടയാമായിരുന്നു. പക്ഷെ അതൊന്നും ചെയ്തില്ല. ഈ കാര്യങ്ങൾ എല്ലാത്തിനെയും പറ്റിയിട്ട് നമുക്ക് സംസാരിക്കണം. അതിനു മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ, പേടിക്കേണ്ട, തീർത്തും സൗജന്യമാണ്. തൊഴിൽ മേഖലകളിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എഐയുടെയും ഓട്ടോമേഷന്റെയും കടന്നുവരവോടെ 2024 നമ്മൾ കണ്ടതാണ്, ഗൂഗിൾ, ആമസോൺ പോലുള്ള കമ്പനികളിൽ നിന്ന് ആയിരക്കണക്കിന് ആൾക്കാരെയാണ് ഈ വലിയ കമ്പനികൾ പിരിച്ചുവിട്ടിട്ടുണ്ടായിരുന്നത്. AI ടെക്നോളജി അവഗണിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമോ? നമ്മൾ പഴയ അറിവുമായി പിന്നിലാകുമ്പോൾ AI ടെക്നോളജി ഉപയോഗിക്കാൻ അറിയാവുന്ന നമ്മുടെ സഹപ്രവർത്തകൻ ഒരുപാട് ദൂരം മുന്നിലായിരിക്കും. AI ടെക്നോളജിയിൽ പരിജ്ഞാനമില്ലാത്തതുകൊണ്ട് നമ്മുടെ ആരുടെയും ഭാവി ശോഷിച്ചു പോകരുത്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നു 3 hour hands on AI ട്രെയിനിങ്. ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. സാധാരണഗതിയിൽ ഇതൊരു പെയ്ഡ് കോഴ്സ് ആണ്. പക്ഷേ നമ്മുടെ ലിങ്കിലൂടെ ജോയിൻ ചെയ്യുന്ന ആദ്യത്തെ 1500 പേർക്ക് സൗജന്യമായിട്ട്, തീർത്തും സൗജന്യമായിട്ട് 0 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് വഴി പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്തോ. ഇതിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്? AI ഉപയോഗിച്ച് സെക്കൻഡുകൾക്കുള്ളിൽ സാമ്പത്തിക ഡാറ്റ വിശകലനം ചെയ്യുന്നത് എങ്ങനെ, അതുപോലെ സാലറി ഹൈക്ക് തന്ത്രങ്ങളും ബോണ്ട് ഫണ്ടിംഗ് ഹാക്കുകളും, അതുപോലെ AI ഉപയോഗിച്ച് ഒരു വ്യക്തിഗത ബ്രാൻഡ്, പേഴ്സണൽ ബ്രാൻഡിംഗ് എങ്ങനെ നിർമ്മിക്കാം, അതുപോലെ നമ്മുടെ ജീവിതത്തിലെ ആവർത്തന പ്രവർത്തനങ്ങൾ ഒഴിവാക്കാൻ 25-ൽ പരം ശക്തമായിട്ടുള്ള AI ടൂളുകൾ ഉപയോഗിക്കാനും ഇതിന്റെ അകത്ത് പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ടെക് മേഖലയാകട്ടെ, നോൺ ടെക് മേഖലയായിട്ടുള്ള സെയിൽസ്, മാർക്കറ്റിംഗ്, ഫിനാൻസ്, HR, ഫ്രീലാൻസിങ് അല്ലെങ്കിൽ ബിസിനസ് എന്നിങ്ങനെ ഏത് മേഖലയായാലും ഈ ട്രെയിനിങ് നിങ്ങൾക്കുള്ളതാണ്. 2025 ഒരു മാസം കഴിഞ്ഞു. ഇപ്പോഴെങ്കിലും പുതിയൊരു സ്കില്ല് ഈ വർഷമെങ്കിലും പഠിച്ചെടുക്കുക, അല്ലെങ്കിൽ 2024 അതേ അവസ്ഥയായിരിക്കും നമ്മളുടേത്. ഈ അവസരം മിസ്സാക്കരുത്. രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അതുപോലെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും ഉണ്ട്. അതിനകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടൈംലി അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എന്തായാലും സീറ്റുകളൊക്കെ വേഗത്തിൽ ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്തോളുക. ഇനി നമുക്ക് സംഭവങ്ങളിലേക്ക് വരാം. ആദ്യം നമുക്ക് ക്രിമിനൽ ആയിട്ടുള്ള ചെന്താമര, അയാളെ ആണല്ലോ ഇപ്പോൾ പോലീസ് കഷ്ടപ്പെട്ടൊക്കെ പിടിച്ചിട്ടുള്ളത് അല്ലേ? അയാളിൽ നിന്ന് ആരംഭിക്കാം. ആരാണ് ചെന്താമര? അയാളുടെ ഉള്ളിൽ ഈ ഒരു കുടുംബത്തോട് എങ്ങനെയാണ് പക വന്നത്? ഇയാളുടെ താമസം, ഈ കുടുംബങ്ങളും ഇയാളും ഒക്കെ താമസിച്ചിരുന്നത് പാലക്കാട് ജില്ലയിലെ നെന്മാറയിലെ പോത്തുണ്ടി എന്ന് പറയുന്ന പ്രദേശത്തുള്ള ബോയൻ കോളനി എന്ന് പറയുന്ന ഒരു ഹൗസിംഗ് നഗറിലാണ് ഇവരെല്ലാം താമസിച്ചിരുന്നത്. അപ്പോൾ അയൽവക്കക്കാരായിരുന്നു ഈ ഒരു
ചെന്താമരയും കുടുംബവും അതുപോലെ തന്നെ ആക്രമിക്കപ്പെട്ട മറ്റൊരു കുടുംബവും അല്ലേ. അപ്പോൾ ചെന്താമരയുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്. ചെന്താമരയുടെ വീട്ടിലുണ്ടായിരുന്നത് ചെന്താമരയുടെ ഭാര്യയും മകളുമായിരുന്നു. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ഭാര്യയും മകളും ഇയാളെ ഉപേക്ഷിച്ച് ഓടിപ്പോവുകയാണ്. ഉപേക്ഷിച്ച് ഓടിപ്പോയെന്നല്ല പറയേണ്ടത്, മറിച്ച് രക്ഷപ്പെട്ട് സഹികെട്ട് പോയി എന്ന് വേണം പറയാനായിട്ട്. അതാണ് നാട്ടുകാർ പറയുന്നത്. കാരണം ഇയാൾ അത്രത്തോളം ഭാര്യയും ഉപദ്രവിക്കുന്ന ഒരു പ്രാകൃതമുള്ള വ്യക്തിയായിരുന്നു. ഇയാൾ കംപ്ലീറ്റ് മാനസിക രോഗിയായിരുന്നു. അതായത് സാധാരണ ചില വീടുകളിൽ കാണുന്ന പോലെ ക്രിമിനൽ മൈൻഡുള്ള ഭർത്താക്കന്മാർ ഭാര്യ ഉപദ്രവിക്കുന്നു, അതല്ല. ഇയാൾ കംപ്ലീറ്റ് ഒരു പ്രത്യേക മാനസികമായിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു, ഒരു സൈക്കോ അവസ്ഥയിലായിരുന്നു ഇയാൾ ഉണ്ടായിരുന്നത്. ഇയാളുടെ കയ്യിൽ വലിയൊരു കൊടുവാളുണ്ടായിരുന്നു. നാട്ടുകാർ പറയുന്നുണ്ട് എന്തായാലും അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കൊലപാതകങ്ങളൊക്കെ നടത്തിയിട്ടുള്ളതും. ആ ഒരു കൊടുവാൾ കൊണ്ട് ഭാര്യയുടെ നേരെ ആക്രോശിച്ച് പേടിപ്പിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഭാര്യയെ ക്രൂരമായിട്ട് മർദ്ദിക്കുകയായിരുന്നു. ഇതൊക്കെ ആ ഒരു മകൾ കണ്ട് കരയുന്ന സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഇയാളുടെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. വീട്ടിൽ മൊത്തം പ്രശ്നക്കാരനായിരുന്നു ഈ ചെന്താമര എന്നുള്ളത്. അങ്ങനെ സഹികെട്ട്, അതായത് ഭാര്യ പോലും വിചാരിച്ചെന്താണ്, ആ കൊടുവാള കൊണ്ട് തന്നെയും മകളെയും കൊല്ലും, അതുകൊണ്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോയേക്കാമെന്ന് പറഞ്ഞിട്ട് ഈ ഭാര്യയും മകളും രക്ഷപ്പെട്ടു പോവുകയാണ് ഇയാളുടെ അടുക്കൽ നിന്ന്. അതായത് അത്രത്തോളം ക്രൂരനായിരുന്നു, അത്രത്തോളം ഒരു നികൃഷ്ട ജീവിയായിരുന്നു ഈ ചെന്താമര എന്നുള്ളത്. എല്ലാ സൈക്കോപാത്തുകളുടെ കേസ് നോക്കുവാണെങ്കിലും ഒരു പർട്ടിക്കുലർ എലമെന്റ് ആയിരിക്കും അവരെ ഏറ്റവും കൂടുതൽ ക്രൈം ചെയ്യാനായിട്ട്, ആ ഒരു സൈക്കോപാത്തിക് ബിഹേവിയർ കാണിക്കാനായിട്ട് ട്രിഗർ ചെയ്തിട്ടുള്ളത് അല്ലേ. ഇപ്പോൾ പല നമ്മൾ ഇംഗ്ലീഷ് കഥകളിലെ സൈക്കോപാത്തുകളെ നോക്കുവാണെങ്കിൽ ചെറുപ്പകാലത്തുണ്ടാകുന്ന ട്രോമകളാണ്, ചെറുപ്പകാലത്ത് അച്ഛനിൽ നിന്നേറ്റ ക്രൂരതകളൊക്കെയാണ് പല വ്യക്തികളെയും സൈക്കോപാത്തുകളൊക്കെ ആയിട്ട് മാറ്റിയിട്ടുള്ളതായിട്ട് നമ്മൾ കാണുന്നത് അല്ലേ. പക്ഷേ ഇയാളുടെ കാര്യത്തിൽ എന്താണെന്ന് പറയുവാണെങ്കിൽ എലംതൂർ നരബലിയിൽ സംഭവിച്ച പോലത്തെ തന്നെ ഒരു ഘടകമാണ് അന്ധവിശ്വാസം. ഇയാൾ അത്രത്തോളം അന്ധവിശ്വാസമായിരുന്നു. എല്ലാ കാര്യങ്ങളും, ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ജ്യോത്സ്യവും അന്ധവിശ്വാസവും കൊണ്ട് മാറ്റാമെന്ന് പ്രതീക്ഷിച്ച ഒരു മണ്ടനായിരുന്നു ചെന്താമര എന്നുള്ളത്. മണ്ടൻ എന്നുള്ള വാക്ക് പോലും ഉപയോഗിക്കാൻ പറ്റത്തില്ല. അത്രത്തോളം ഒരു നികൃഷ്ട ജീവി എന്നൊക്കെ വേണം ഇയാളെ പറ്റി ഉപയോഗിക്കാനായിട്ട്. അതിനപ്പുറത്തേക്ക് ഉപയോഗിക്കാനായിട്ട് എനിക്ക് പരിധികളുമുണ്ട്. ഇയാൾ തന്നെ ജീവിതകാലത്തിൽ ജോലി ചെയ്ത് കിട്ടുന്ന, ജോലി എന്ന് പറയുമ്പോൾ കൂലിപ്പണിയാണ്, പാറ പൊട്ടിക്കലിന് പോകും, അതുപോലെ സെക്യൂരിറ്റി പണിക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ കിട്ടുന്ന പൈസ എല്ലാം കൊണ്ടുപോയി കൊടുക്കുന്നത് ഒന്നെങ്കിൽ കള്ളു കുടിക്കാനും അതുപോലെ തന്നെ ജോത്സ്യന്റെ അടുക്കലുമാണ്. ഇപ്പോൾ ജോത്സ്യന്മാരുടെ ഒരു പ്രകൃതം അറിയാലോ, ഇതുപോലുള്ള ഒരു മണ്ടനെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പരമാവധി ഊറ്റും. ഇങ്ങനെ ഊറ്റി സ്വർണവും അതുപോലെ കയ്യിലെ വളയും ഒക്കെ വീട്ടമ്മയുടെ തട്ടിച്ചെടുത്ത സംഭവങ്ങളും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലേ. അങ്ങനെ ജോത്സ്യൻ ഇയാളുടെ താളത്തിനൊത്തു തുള്ളിയിട്ട് ഒരു മണ്ടൻ വന്നിരിക്കുന്നു, പരമാവധി ഊറ്റാമെന്നൊക്കെ പറഞ്ഞിട്ട് പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം ചെന്താമര ജോത്സ്യന്റെ അടുക്കൽ എത്തുകയാണ്. പതിവ് പോലെ തന്നെ ഇത്തവണ എന്താ പ്രശ്നം, എൻ്റെ ഭാര്യയും മകളും എന്നെ ഉപേക്ഷിച്ച് പോയി, അതിന്റെ കാരണം എന്താണ്, ഞാൻ കാരണമാണോ എന്നൊക്കെ പറഞ്ഞു വരികയാണ്. ജോത്സ്യൻ മറ്റേ കവടിയും കാര്യങ്ങളൊക്കെ നിരത്തിയിട്ട് പറയുകയാണ്, ഇതിന്റെ കാരണം മറ്റൊന്നുമല്ല, നിങ്ങളുടെ അയൽവക്കത്ത്, നിങ്ങളുടെ എതിർവശത്ത് താമസിക്കുന്ന ഒരു മുടിയുള്ള സ്ത്രീ ഉണ്ടോ, അങ്ങനെയൊക്കെയാണ് ജോത്സ്യന്മാരുടെ ചോദ്യം. മുടിയുള്ള സ്ത്രീ ഉണ്ടോ, അവരാണ് അതിന്റെ കാരണം എന്ന് പറയുകയാണ്. അങ്ങനെ ഈ കാര്യം ചെന്താമരയുടെ മനസ്സിൽ ശക്തമായിട്ട് പതിയുകയാണ്. തന്റെ കുടുംബം തകർത്തത് അയൽവക്കക്കാരാണ്, അയൽവക്കത്ത് താമസിക്കുന്ന മുടിയുള്ള ഒരു സ്ത്രീയും കുടുംബവുമാണ് എന്റെ കുടുംബം തകർത്തത് എന്നൊരു ചിന്ത അയാളുടെ മനസ്സിലേക്ക് കയറിയാണ്. ഈ ചിന്ത മാത്രമല്ല, അതിനോടൊപ്പം പ്രവർത്തിക്കുന്ന മറ്റൊന്നുണ്ട്. ഇയാൾ പക്ക ഒരു സൈക്കോയാണ്, കൊലപാതകം ചെയ്യാൻ മടിയില്ലാത്ത വ്യക്തിയാണ്. ഇയാൾക്ക് എന്ത് ക്രൂര കൃത്യവും ചെയ്യാൻ പറ്റും. ആ ഒരു മനുഷ്യത്വം എന്ന് പറയുന്ന സാധനമില്ല. അത്രത്തോളം മരവിച്ചൊരു മനസ്സുമായിട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണിത്. അതുകൊണ്ട് തന്നെ ഈ ചിന്ത അയാളെ നയിച്ചത് ആ ഒരു സ്ത്രീയെ കണ്ടെത്തി കൊലപാതകം ചെയ്യണമെന്നാണ്. അയാൾക്ക് അധികം നോക്കേണ്ടി വന്നില്ല. തൊട്ട് എതിർവശത്ത് തന്നെയുള്ള സജിത എന്ന് പറയുന്ന സ്ത്രീക്ക് ധാരാളം മുടിയുള്ളതായിട്ട് അയാൾ കാണുകയാണ്. സജിതയുടെ മാത്രമായിരുന്നില്ല പക, അവിടെയുള്ള എല്ലാ കുടുംബങ്ങളുമായിട്ട് ഇയാൾക്ക് പ്രശ്നമുണ്ടായിരുന്നു. പക്ഷേ ഒരു പ്രൈം ടാർഗറ്റ് ആയിട്ട് ഇയാൾ കണ്ടിരുന്നത് നേരെ എതിർവശത്ത് താമസിക്കുന്ന സജിതയായിരുന്നു. ഇവരുടെ നീക്കങ്ങളൊക്കെ ഇയാൾ വീട്ടിലിരുന്നുകൊണ്ട് നിരീക്ഷിക്കുന്നതായിട്ട് ഈ സജിതയുടെ മക്കൾ പറയുന്നുണ്ട്. അങ്ങനെ വർഷം 2019 ഓഗസ്റ്റ് 31 വീട്ടിൽ സജിത മാത്രമുള്ള നേരത്ത് മക്കളൊക്കെ സ്കൂളിലും കോളേജിലൊക്കെ ആയിട്ട് പോയിരിക്കുകയാണ്. ഭർത്താവായിട്ടുള്ള സുധാകരൻ അദ്ദേഹത്തിന്റെ ജോലിയായിട്ടുള്ള വണ്ടി ഓടിക്കാൻ പോയിരിക്കുകയാണ്. അപ്പോൾ സജിത മാത്രമാണുള്ളത്. അങ്ങനെ ഒരു ദിവസം വീടിന്റെ പുറകുവശത്തെ കതകിലൂടെ വീടിന്റെ അകത്ത് പ്രവേശിച്ച് ഈ വാള് കൊണ്ട്, മൂർച്ചയുള്ള ഒരു ആയുധം കൊണ്ട് കഴുത്തിന് വെട്ടി സജിതയുടെ കഴുത്തറുത്ത് കൊല്ലുകയാണ്. അത് 2019 ഓഗസ്റ്റ് 31 ഈ സംഭവം നടക്കുന്നത്. ഈ സംഭവത്തിന് ശേഷം ഇയാള് കാടുകളിലേക്ക് ഒളിവിന് പോവുകയാണ്. എന്തായാലും ദിവസങ്ങൾ നീണ്ട പരിശ്രമത്തിന് ശേഷമായിരുന്നു പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്യുകയാണ്. പക്ഷെ ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. വളരെ ബ്രൂട്ടൽ ആയിട്ടുള്ള ഒരു കില്ലിംഗ് ആണ് നടന്നിരിക്കുന്നത്. ഒരു സ്ത്രീയുടെ കഴുത്തറുത്താണ് കൊന്നിരിക്കുന്നത് അല്ലേ. എത്രത്തോളം മൃഗീയമായിട്ടുള്ള ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത്. കോടതി കുറച്ചാൾക്ക് ശേഷം ഇയാൾക്ക് ജാമ്യം കൊടുക്കുകയാണ്. 2022 മെയ് മാസത്തിലാണ് ഇയാൾക്ക് ആദ്യമായിട്ട് ജാമ്യം കിട്ടുന്നത്, കർശന ഉപാധികളോടെ. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉപാധി നെന്മാറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കരുത് എന്നുള്ളതാണ്. ഇയാൾ അവർ കൊലപാതകം നടത്തിയിട്ടുള്ള പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ ഇയാൾക്ക് പ്രവേശനമില്ല. അങ്ങനെ പ്രവേശിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ജാമ്യ വ്യവസ്ഥയുടെ ലംഘനമാകും. പോലീസിന് അത് വീണ്ടും റദ്ദാക്കിയിട്ട് ഇയാളെ വീണ്ടും ജയിലിലേക്ക് അടയ്ക്കാനൊക്കെ സാധിക്കും. അതാണ് ഈ ജാമ്യ വ്യവസ്ഥകൾ എന്നുള്ളത് തന്നെ. എന്തായാലും ഇയാൾ 2023 ഈ ജാമ്യാപേക്ഷയിൽ ഇളവ് നൽകണമെന്നും പറഞ്ഞ്
കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്യുകയാണ്. ഇളവെന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ്, ഇയാൾക്ക് കുറച്ചുകൂടെ അകത്തേക്കൊക്കെ പോകണം. അങ്ങനെ കോടതി ഇളവ് കൊടുക്കുകയാണ്. കോടതിയുടെ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത് സത്യമാണ്, നിയമവ്യവസ്ഥയുടെ പ്രശ്നമുണ്ട്. ഇവിടെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ പോലീസിനെ ഒപ്പോസ് ചെയ്തിരുന്നു. ആ ഒരു കുടുംബം താമസിക്കുന്നത് ആ ഒരു പരിധിയിലാണ്. അപ്പോൾ അങ്ങോട്ട് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ വീണ്ടും ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട്. ഇയാൾ മാനസിക പ്രശ്നമുള്ള ആളാണ്, അതുകൊണ്ട് ഇയാൾക്ക് ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് കൊടുക്കരുതെന്നും പറഞ്ഞിട്ട് പോലീസും പ്രോസിക്യൂഷനും കോടതി അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കോടതി അതൊന്നും കേട്ടില്ല. ഇയാളുടെ ജാമ്യ വ്യവസ്ഥയിൽ, അതായത് നെന്മാറ പോലീസ് സ്റ്റേഷൻ പരിധി എന്നുള്ളത് നെന്മാറ പഞ്ചായത്ത് ആ ഒരു ചെറിയ പ്രദേശമാക്കി മാത്രം ചുരുക്കിയാണ്. പക്ഷേ എന്നിട്ടും ഇയാൾ ആ ജാമ്യാവസ്ഥ പാലിച്ചു നോക്കുവാണെങ്കിൽ ഇല്ല, നെന്മാറ പഞ്ചായത്തിന്റെ അകത്താണ് ഇയാളുടെ വീട് വരുന്നത്. അപ്പോൾ ഒരിക്കലും കോടതി അത് ആ കുടുംബത്തിന്റെ ആ ഒരു വീടിരിക്കുന്ന പരിധി കൊടുക്കത്തില്ലല്ലോ അല്ലേ. അപ്പോൾ അത് നെന്മാറ പഞ്ചായത്തിന്റെ അകത്താണ്, അത് ഒഴിച്ചായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അയാളുടെ വീട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ഈ കൊല്ലപ്പെട്ട ദമ്പതികളുടെ മക്കൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഈ ഡിസംബറിൽ പോലും ഞങ്ങൾ പരാതി കൊടുത്തതാണ്, ഇയാൾ വീടിന്റെ അവിടെ ഉണ്ട്, ഞങ്ങളെ ആക്രമിക്കുമെന്നുള്ള പേടിയുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ. പക്ഷേ പോലീസ് നടപടിയെടുത്തില്ല. ഇവിടെ പോലീസ് എന്ത് നടപടിയാണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത് കുടുംബത്തിന് പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നൊരു ഭാഗത്തിന്റെ ആ ഒരു ലോ ആൻഡ് ഓർഡർ ഭാഗം അത് ചെയ്യണം. പക്ഷെ അതല്ല, അതിനപ്പുറത്തേക്കുള്ളൊരു കാര്യമുണ്ട്. ഇയാൾ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചു എന്ന് പോലീസിന് പരസ്യമായിട്ട് മനസ്സിലായി. ഇയാൾ വീട്ടിലുണ്ട്, അതായത് നെന്മാറ പഞ്ചായത്തിന്റെ അകത്ത് പ്രവേശിച്ച് ഇയാൾ അവിടെ സുഖലോലുപനായിട്ട് കഴിയുകയാണ് എന്നുള്ള കാര്യം നെന്മാറ പോലീസിന് കൃത്യമായിട്ട് മനസ്സിലായിട്ടും അവരൊന്നും ചെയ്തില്ല. ബഹുമാനപ്പെട്ട കോടതിയുടെ ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചു, അയാൾ സുഖമായിട്ട് ജീവിക്കുന്നു, എന്നിട്ടും ഒരു കൊടും കുറ്റവാളി ഒന്നും ചെയ്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എസ്.പിയുടെ റിപ്പോർട്ട് പ്രകാരം നെന്മാറ പോലീസ് സ്റ്റേഷനിലെ SHO അഥവാ സർക്കിൾ ഇൻസ്പെക്ടർ ആയിട്ടുള്ള മഹേന്ദ്ര സിംഹനെ ഇപ്പോൾ നിലവിൽ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായിട്ടുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെയാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് ഇപ്പോൾ വരുന്നത്. അതായത് ആ പോലീസുകാരൊന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ഈ ഇപ്പോൾ നടന്നിട്ടുള്ള 2 കൊലപാതകങ്ങൾ തടയാമായിരുന്നു. അതിന്റെ ഉത്തരവാദികൾ ആരെന്ന് നോക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ആ പോലീസുകാർ തന്നെയാണ്. അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇയാൾ ജാമ്യാവസ്ഥയൊക്കെ ലംഘിച്ച് വീട്ടിൽ താമസിക്കുവാണ്. വീട്ടിൽ താമസിക്കുമ്പോഴും ഇയാളുടെ ഉള്ളിൽ കിടക്കുന്നത് ആ ഒരു സൈക്കോ ചിന്തയാണ്, ആ കുടുംബത്തെയും കൂടെ എങ്ങനെയെങ്കിലും തീർക്കണം എന്നുള്ളത്. അപ്പോൾ കുടുംബത്തിൽ ഇനി ആരൊക്കെയാണ് ബാക്കിയുള്ളത്? ഈ ഒരു കൊല്ലപ്പെട്ട സജിലയുടെ ഭർത്താവായിട്ടുള്ള സുധാകരനുണ്ട്, സുധാകരന്റെ അമ്മയായിട്ടുള്ള 75 വയസ്സോളമുള്ള ലക്ഷ്മിയുണ്ട്, പിന്നെ 2 പെൺമക്കളുമുണ്ട്, അഖിലയും അതുല്യയും. അഖിലെ 1.5 വർഷം മുമ്പ് കെട്ടിച്ചു വിട്ട് വടക്കഞ്ചേരിയിലുള്ള വീട്ടിലാണ്. അതുല്യ എന്നുള്ളത് അവിടെ ഒരു ആലത്തൂരുള്ള ഒരു ഗുരുകുലം കോളേജിൽ BCom വിദ്യാർത്ഥിനിയാണ്. അങ്ങനെ ഇയാൾ മനസ്സിൽ കൊണ്ടുവന്നിട്ടുള്ള പക വീട്ടാനായിട്ട് തീരുമാനിക്കുകയാണ് ജനുവരി 27-ാം തീയതി രാവിലെ. ഇവിടെ പകയെന്ന് പറയുമ്പോഴേക്കും നമ്മൾ ചിന്തിക്കേണ്ടത് പകയുണ്ടാകാൻ മാത്രം ഒന്നുമില്ലല്ലോ. അവർ അന്ധവിശ്വാസം തലയ്ക്ക് കയറി ഒരു സൈക്കോപാത്താണ്. അന്ധവിശ്വാസം മാത്രം കയറി ഒരാളെ കൊല്ലേണ്ട കാര്യമില്ല. അവരാണ് കുടുംബം നശിപ്പിച്ചതെന്ന് പറഞ്ഞാൽ പോയി കൊല്ലേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഇയാൾ പക്ക സൈക്കോപാത്താണ്, പക്ക മാനസിക രോഗിയാണ്. ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചേക്കുക. എലന്തൂർ നരബലിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ അതുപോലത്തെ തന്നെ സംഭവങ്ങളാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. പല സൈക്കോപാത്തുകളുടെയും സംഭവിക്കുന്ന കാര്യം തന്നെ, അല്ലാതെ ഇയാൾ അതിന്റെ പേരിൽ മാത്രം, ആ ഒരു ചെറിയ പകയുടെ പേരിൽ മാത്രം പോയി കൊല്ലാനുള്ള ഒന്നുമല്ല. ഇയാൾ ഇപ്പോൾ റിമാൻഡിലായി കഴിഞ്ഞിട്ട് എന്നെ 100 വർഷം ശിക്ഷിക്കൂ, എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് സന്തോഷവാനായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും 27-ാം തീയതി രാവിലെ സംഭവിച്ച കാര്യം എന്തെന്നാൽ, സുധാകരൻ രാവിലെ വീട്ടിൽ നിന്നും 2 വീലറും എടുത്ത് നെന്മാറ ടൗണിലേക്ക് പോവുകയായിരുന്നു. ക്ഷേമനിധി അടയ്ക്കാനായിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ടൗണിൽ സുധാകരന്റെ മകളായിട്ടുള്ള അഖില നിപ്പുണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് അഖില വീട്ടിലേക്ക് വന്നില്ല എന്നൊരു മറുപടി അഖില തന്നെ പറയുന്നുണ്ട്. എനിക്ക് പേടിയാണ് വീട്ടിലേക്ക് വരാൻ. അഖില അവിടെ ഈ ഒരു സജിതയുടെ മാതാപിതാക്കൾക്കൊപ്പമാണ് അഖില നിൽക്കുന്നത്. അപ്പോൾ അഖില പറയുന്നുണ്ട്, എനിക്ക് ഈ ഒരു വീട്ടിലേക്ക് വരാൻ പേടിയാണ്, അയാൾ എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കാം. ഇപ്പോൾ അച്ഛനായിട്ടുള്ള സുധാകരനാണെങ്കിൽ ഞായറാഴ്ച മാത്രമാണ് വരുന്നത്. തമിഴ്നാട് വണ്ടി ഓടിക്കാൻ പോവുകയാണ്, തിരുപ്പൂർ വണ്ടി ഓടിക്കാൻ പോകുന്ന ഒരു ഡ്രൈവർ ജോലിയാണ് അദ്ദേഹം ചെയ്യുന്നതല്ലേ. അപ്പോൾ ഞായറാഴ്ച തോറും അച്ഛനും വരാറുണ്ട്, അഖിലയും വരാറുണ്ട്. പക്ഷേ ഈ ഞായറാഴ്ച അഖില വന്നിട്ടില്ലായിരുന്നു. അഖില നേരെ അവിടെ നിന്ന് നെന്മാറ ടൗണിൽ വന്ന് നിൽക്കുകയായിരുന്നു. അപ്പോൾ സുധാകരൻ നേരെ വണ്ടിയും എടുത്ത് അഖിലയുടെ അങ്ങോട്ട് പോകുന്നു, ക്ഷേമനിധി അടയ്ക്കാനായിട്ട് പോവുകയായിരുന്നു. വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 20 മീറ്റർ വണ്ടി ഓടിച്ച് പോയപ്പോഴേക്കും അവിടെ ഈ സൈക്കോപാത്ത് ആയിട്ടുള്ള ചെന്താമര കൊടുവാളുമായിട്ട് ചാടി വീഴുകയാണ്. കൊടുവാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ദൂരത്ത് നിന്ന് വെട്ടാനായിട്ട് ആ കൊടുവാളിൻ്റെ അറ്റത്ത് വലിയൊരു കമ്പും കഷ്ണമൊക്കെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ശക്തമായിട്ട് സുധാകരനെ വെട്ടി വീഴ്ത്തുകയാണ്. ഒരുപാട് തവണ, പലതവണ ഇയാൾ സുധാകരനെ വെട്ടുകയാണ്. സുധാകരൻ ആ സ്പോട്ടിൽ തന്നെ തൽക്ഷണം മരിക്കുകയാണ്. കാരണം അത്രയും ക്രൂരമായിട്ടായിരുന്നു ആക്രമിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ശബ്ദം കേട്ട് സുധാകരന്റെ അമ്മയായിട്ടുള്ള ലക്ഷ്മി അമ്മ 75 വയസ്സോളം ഉണ്ട് അവർക്ക്. അപ്പോൾ അവരും അങ്ങോട്ട് വരികയാണ്. അവരെയും സുധാകരൻ വിട്ടില്ല. പ്രായം ചെന്ന അമ്മ, സൈക്കോപാത്തിന്റെ മുമ്പിൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ. അവർക്ക് ഇമോഷൻ ഇല്ല, അവർക്ക് എമ്പതി ഇല്ല, മനുഷ്യത്വം എന്ന് പറഞ്ഞ സാധനമില്ല. ക്രൂരമായിട്ടുള്ള പൈശാചികമായിട്ട് പെരുമാറാൻ അവർക്ക് സാധിക്കുമല്ലേ. ഈ പാവം ചെന്ന വൃത്തിയായിട്ടുള്ള അമ്മയും ക്രൂരമായിട്ട് വെട്ടിമുറിക്കുകയാണ്. അമ്മ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്കാണ് ജീവൻ നഷ്ടപ്പെടുന്നത്. എന്തായാലും അവിടെയും 2 മരണങ്ങൾ സംഭവിക്കുകയാണ്.
അതിനുശേഷം ഇയാൾ നേരെ അടുത്തുള്ളൊരു മലയിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മലയിലേക്ക് പോകുന്ന മുമ്പ് ഇയാൾ വീട്ടിൽ പോയിട്ട് വിഷക്കുപ്പിയുടെ അടപ്പൊക്കെ തുറന്നിട്ട് അവിടെ ഇടുന്നുണ്ട്, താൻ വിഷം കഴിച്ചു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയൊക്കെ. പോലീസ് നെല്ലിയാമ്പതി മലകൾ കേന്ദ്രീകരിച്ചും പോത്തുണ്ടി മലനിരകൾ കേന്ദ്രീകരിച്ചും ഒക്കെ അന്വേഷണം നടത്തുകയാണ്. ഇതിനിടയിൽ ഒരു ദിവസം രാത്രിയിൽ ഇയാൾ തൻ്റെ സഹോദരിയുടെ വീട്ടിൽ വന്ന് പോവുകയാണ്. സഹോദരിയുടെ വീട്ടിൽ വന്നിട്ട് ഇയാൾ അങ്ങോട്ട് പോകുമ്പോൾ പോലീസുകാർ കാണുകയാണ്. അപ്പോൾ പോലീസുകാർ ദൂരെ നിന്നാണ് കാണുന്നത്. അവിടെ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളോട് വിളിച്ച് പറയുന്നുണ്ട് അത് ചെന്താവരെയാണ്, അയാൾ അവനെ പിടിച്ചോളാൻ പറയുന്നുണ്ട്. കുട്ടികൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇയാൾ അതിവേഗത്തിൽ കുതിച്ച് അവിടുന്ന് കളയുകയാണ്. ഇയാൾക്ക് സ്വന്തമായിട്ട് പല സൈക്കോപാത്തുകൾക്കും ഒരു ചിന്തയുണ്ട്, ഞാൻ മറ്റൊരാളാണ്, അല്ലെങ്കിൽ മറ്റൊരാളെ അനുകരിക്കുന്ന വ്യക്തിത്വം ഒക്കെ കാണിക്കാറുണ്ടല്ലേ. ഇയാളുടെ ഒരു ചിന്ത എന്നാൽ താനൊരു കടുവയാണ്, കടുവയെ പോലെ കുതിക്കാനും അതുപോലെ തന്നെ ആക്രമിക്കാനും മറ്റൊരാളെ കീഴ്പ്പെടുത്താനും അതുപോലെ കടിച്ചു കീറി തിന്നാനും ഒക്കെ സാധിക്കുമെന്ന് വിശ്വസിച്ച ഒരു ക്രൂരനായിട്ടുള്ള സൈക്കോപാത്തായിരുന്നു ചെന്താമര. എന്തായാലും അയാൾ ആ ഒരു സമയത്ത് രക്ഷപ്പെട്ടു പോവുകയാണ്. അതായത് പോലീസിന്റെ കൺമുമ്പിൽ കൂടെ, അവിടെ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളുടെയും ജനങ്ങളുടെയും കൺമുമ്പിൽ കൂടെ വീണ്ടും ആ ഒരു മലനിരകളിലേക്കോ മറ്റോ ഓടിമറയുകയാണ്. ചെന്താമരയുടെ സഹോദരനായിട്ടുള്ള രാധയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാധ പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്, ഇയാൾക്ക് സഹിക്കാൻ പറ്റാത്തൊന്നുണ്ട്, വിശപ്പ്. അപ്പോൾ അയാൾക്ക് വിശപ്പ് എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അയാൾക്ക് എപ്പോഴും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിന് വേണ്ടി അയാൾ എവിടുന്നാണെങ്കിലും വീട്ടിലേക്ക് വരുമെന്ന് കൃത്യമായിട്ട് പറയുകയാണ്. അയാൾ പറഞ്ഞതുപോലെ തന്നെ ഒരു ദിവസം രാത്രിയിൽ ഇയാൾ ഭക്ഷണത്തിനായിട്ട് വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ പോലീസ് വിരിച്ച വലയിൽ പോലീസ് ഒരുപാട് പ്ലാനിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. തെരച്ചിൽ അവസാനിപ്പിച്ചു എന്ന് വരുത്തി തീർക്കുകയാണ്. ഇയാൾക്ക് മലയുടെ മുകളിൽ നിന്ന് എല്ലാ കാര്യങ്ങളും കാണാമായിരുന്നു, പോലീസ് അവിടെ നിൽക്കുന്നത്, കറങ്ങുന്നത്. അങ്ങനെ പോലീസ് എല്ലാവരും അവിടുന്ന് പോയി എന്ന് വരുത്തി തീർക്കുകയാണ്. പോലീസ് ഒരു ബ്രില്യൻ പ്ലേ ആയിരുന്നു അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ പോലീസ് അവിടെ മാറി ഒളിച്ചും പാത്തൊക്കെ നിൽപ്പുണ്ടായിരുന്നു. ഇയാൾ വന്ന വഴിക്ക് പോലീസ് ഇയാളെ പിടിക്കുകയാണ്. ഇയാളൊരു വേലി കടന്ന് ചാടി, ഫെൻസിങ് ഉണ്ടല്ലോ, മറ്റേ കമ്പി വേലി ഉണ്ടല്ലോ, അത് ചാടി മറികടന്ന് ഓടാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അതിനിടയിലൊക്കെയാണ് പരിക്ക് പറ്റുന്നത്. എന്തായാലും ആ ഒരു വലയിൽ പോലീസ് ഇയാളെ പിടികൂടുകയാണ്. അതോടൊപ്പം ഒരുപാട് നാട്ടുകാർ ഇയാളെ അവിടെ കയ്യേറ്റം ചെയ്യാനൊക്കെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ നാട്ടുകാർക്ക് നേരെ പോലീസ് ആക്രോശിച്ചുകൊണ്ട് വരികയാണ്. പോലീസ് പെപ്പർ സ്പ്രേ പ്രയോഗിക്കുന്ന വീഡിയോസ്, നാട്ടുകാർക്ക് നേരെ പോലീസ് ഇത് പ്രയോഗിക്കുന്ന വീഡിയോസൊക്കെ നമ്മൾ കണ്ടതാണ്. നാട്ടുകാർ പോലീസ് സ്റ്റേഷനൊക്കെ അവിടെ മൊത്തം വളയുകയാണ് ഇയാളെ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ. അങ്ങനെ ഒരുപാട് സംഭവ വികാസങ്ങളാണ് ഇതിൻ്റെ പിന്നാലെ ഉണ്ടായിട്ടുള്ളത്. ഇയാൾ അറസ്റ്റ് ചെയ്ത് ജയിലിലെത്തിച്ച ഉടനെ ചോദിച്ചത് കഴിക്കാനായിട്ട് ചോറും ചിക്കനുമായിരുന്നു. പക്ഷേ പോലീസുകാർ എന്തോ ഓംലെറ്റ്, പൊറോട്ടയും ഓംലെറ്റൊക്കെ വെച്ച് കൊടുക്കുകയാണ്. കാരണം വിശപ്പാണെങ്കിൽ എത്ര വലിയ ക്രിമിനലാണെങ്കിലും ഭക്ഷണം കൊടുത്തേ പറ്റത്തുള്ളൂ അല്ലേ. പക്ഷേ വേറെ എന്തെങ്കിലുമൊക്കെ കൊടുക്കണമെങ്കിൽ അത് ക്യാമറയുടെ മുമ്പിലൊന്നും കൊടുക്കൂലല്ലോ. അത് കൊടുക്കട്ടെ. ഇതുപോലത്തെ വ്യക്തികളൊക്കെ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? മറ്റൊരു ചോദ്യമാണ് ഉള്ളത്, ഇയാൾ ഇനി വീണ്ടും ഇതുപോലെ തന്നെ റിമാൻഡിൽ പോകും, കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വീണ്ടും ജാമ്യത്തിൽ ഇറങ്ങും, വീണ്ടും അടുത്ത കൊലപാതകം ചെയ്യും. എന്താണ് ഇവിടുത്തെ നിയമവ്യവസ്ഥ ഉള്ളത്? പലപ്പോഴും നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ക്രിമിനലുകളെ വെടിവെച്ച് കൊല്ലുന്ന പോലീസുകാരെ അല്ലെങ്കിൽ ഗവൺമെന്റിനെയൊക്കെ അഭിനന്ദിക്കാറില്ല, അതിനകത്ത് സന്തോഷം തോന്നാറില്ലേ? അതായത് ഒരു കൊച്ചു കുഞ്ഞിനെ റേപ്പ് ചെയ്ത് കൊന്ന വ്യക്തിയെ പോലീസുകാരൻ വെടിവെച്ച് കൊന്നു, അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം തോന്നുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ നിയമവ്യവസ്ഥയിലെ പ്രശ്നം കൊണ്ടാണ്. കാരണം അത്രയും വലിയ ക്രൂരനായിട്ടുള്ള ഒരു വ്യക്തിക്ക് പോലും ഇവിടുത്തെ ജയിലിൽ തിന്ന് മുടിച്ച് ഇങ്ങനെ സുഖമായിട്ട് കഴിയാൻ പറ്റുന്നു. കുറച്ച് കാലം കഴിഞ്ഞിട്ട് ചിലപ്പോൾ അവൻ ഊരിപ്പോരാൻ പറ്റുന്നു, ജാമ്യം കിട്ടുന്നു, പരോള് കിട്ടുന്നു. ഇതൊക്കെയാണ് ഇവിടുത്തെ നിയമവ്യവസ്ഥയുടെ പ്രശ്നം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ പല കൊടും ക്രിമിനലുകൾ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു വാർത്തയിൽ നമുക്ക് സന്തോഷം തോന്നുന്നത്. അപ്പോൾ അത് എന്തിൻ്റെ പ്രശ്നമാണ്? അൾട്ടിമേറ്റ്ലി നിയമവ്യവസ്ഥയുടെ പ്രശ്നമാണ്. വീണ്ടും ഞാൻ ആവർത്തിച്ച് ശക്തമായിട്ട് തന്നെ പറയുകയാണ്, ഇവിടുത്തെ നിയമവ്യവസ്ഥ അടിപൊളിയാണെന്ന് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ്? രാജ്യസ്നേഹം കൊണ്ട് മാത്രമാണ്. ഞാൻ പറയുന്നത് അതുകൊണ്ട് മാത്രമാണ്. ഞാനൊരു ഇന്ത്യനാണ്. എൻ്റെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയൊരു സംവിധാനത്തെ താഴ്ത്തിക്കെട്ടി പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് മാത്രം ഞാൻ നല്ലതാണെന്ന് പറയേണ്ടി വരുന്ന ഒരു ഗതികേടെന്ന് ആലോചിച്ച് നോക്കണേ. അതിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. കേരളത്തിൽ ഒരുപാട് ക്രൈംസ് ഇങ്ങനെ കൂടി വരികയാണ്. കുറച്ച് മുമ്പായിരുന്നു കഠിനകുളത്ത് മറ്റൊരു ഇരട്ടക്കൊലപാതകവും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. എത്രത്തോളം ക്രൈംസ് ആണ് കേരളത്തിൽ കൂടി വരുന്നത്? ഇതിനൊരു അന്ത്യമില്ല. ഇവിടുത്തെ ആഭ്യന്തര വകുപ്പും പോലീസും ഒക്കെ എന്താണ് ചെയ്യുന്നത്? വലിയ ശക്തമായിട്ടുള്ള ടീമൊക്കെ രൂപീകരിച്ച് ക്രിമിനൽസിനെയൊക്കെ വേട്ടയാടുന്നൊരു കാലം ഉണ്ടായിരുന്നു കേരള പോലീസിന്, ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിന്. പക്ഷേ ചില വ്യക്തിത്വങ്ങൾ ഇങ്ങനെ അനങ്ങാപ്പാറ പോലെ ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ക്രൈം റേറ്റ് കൂടിക്കൊണ്ടേയിരിക്കും. ഗുണ്ടകൾക്കും ക്രിമിനലുകൾക്കും ഇവിടുത്തെ നിയമവ്യവസ്ഥയിൽ ഭയമില്ലാതാകുന്ന കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രത്തോളം പ്രശ്നമായിട്ടുള്ളൊരു കാലമാണ്. കാരണം പലരും ക്രൈം ചെയ്യാൻ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ മനസ്സിലെ നന്മ കൊണ്ടല്ല, അവർക്ക് ക്രൈം ചെയ്യണമെന്ന് ഉണ്ട്. പക്ഷേ ഇവിടുത്തെ നിയമവ്യവസ്ഥയെ പേടികളുകൊണ്ടാണ്. ആ പേടി മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ ഫ്രീ ആണ്, സെറ്റ് ഫ്രീ. അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു തോട്ട് ഉണ്ടാകും. പക്ഷെ അത് അൺകൺട്രോളബിളി അത് ചെയിൻ റിയാക്ഷൻ പോലെ പടർന്നു പിടിക്കും. ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. അതിൻ്റെ ആരംഭങ്ങളെല്ലാം നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന് കൃത്യമായിട്ട് തടയിട്ടില്ലെങ്കിൽ വലിയ വിലയായിരിക്കും നമ്മൾ കൊടുക്കേണ്ടി വരുന്നത്. ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയുന്ന കേരളത്തിൽ റീസെൻ്റ് ആയിട്ട് ഒരുപാട് ക്രൈംസാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇതെങ്ങനെയെങ്കിലും സ്റ്റോപ്പ് ചെയ്യുക. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിനും പോലീസിനും ലോ ആൻഡ് ഓർഡറിനും ഒക്കെ തന്നെയാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇത്രയുമൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. പിന്നെ ആദ്യം പറഞ്ഞ കാര്യം മറക്കണ്ട, 3 hour ഹാൻഡ്സ് ഓൺ AI ട്രെയിനിങ്, അത് ആദ്യത്തെ 1500 പേർക്ക് മാത്രമേ സൗജന്യമായിട്ട് ലഭിക്കത്തുള്ളൂ. അത് കഴിഞ്ഞ് കയറുന്നവർക്ക് പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ അകത്ത് ജോയിൻ ചെയ്തോളുക, രജിസ്റ്റർ ചെയ്തോളുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. AI ടെക്നോളജി നിങ്ങളുടെ ജോലികളെത്തില്ല, പക്ഷേ AI ടെക്നോളജി നല്ലതുപോലെ ഉപയോഗിക്കാൻ അറിയാവുന്ന മറ്റൊരു വ്യക്തി, മറ്റൊരു സഹപ്രവർത്തകൻ നിങ്ങളുടെ ജോലികളെയും.
അപ്പോൾ പഴയ അറിവുകളുമായിട്ട് നിങ്ങൾക്ക് എത്രത്തോളം മുന്നേറാൻ പറ്റും? ഇപ്പോൾ ഒരുപാട് ടെക്നോളജിയിൽ അറിവുള്ള സഹപ്രവർത്തകൻ ബഹുദൂരം നിങ്ങളെ പിന്നിലാക്കിക്കൊണ്ട് മുന്നേറി പോകുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വലിയ കമ്പനീസിൽ നിന്ന് പോലും ആയിരക്കണക്കിന് ആൾക്കാരെ പിരിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് ടെക്നോളജി ഉപയോഗിക്കാൻ അറിയാത്തതുകൊണ്ട് മാത്രം. അപ്പോൾ എന്തായാലും ടെക്നോളജിയിൽ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക. ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒന്നാണ്. തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. എന്തായാലും മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. മിസ് മി അശ്വിൻ മാടപ്പള്ളി സൈനിങ് ഔട്ട്.